നമസ്കാരം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുപക്ഷെ സ്വന്തം ബന്ധുക്കളെ പോലും നോക്കാൻ സമയമില്ലാത്തവരാണ് നമ്മളിൽ പലരും. അവിടെയാണ് കോഴിക്കോട് പേരാമ്പ്ര ചക്കിട്ടപ്പാറക്കാരൻ സെബാസ്റ്റ്യൻ വ്യത്യസ്തനാവുന്നത്. കഴിഞ്ഞ 20-ലധികം വർഷമായി കൊല്ലാൻ കൊടുത്തിരിക്കുന്ന പല പശുക്കളെയും കാളകളെയും എല്ലാം കാശു കൊടുത്തു വാങ്ങി സംരക്ഷിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ നിലവിൽ 40ഓളം പശുക്കളും കാളക്കുട്ടന്മാരും എല്ലാം അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് കീഴിലുണ്ട്. ഇവയിൽ പലതിനെയും അദ്ദേഹം മറ്റ് വീടുകളിൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് കാശു കൊടുത്ത് സംരക്ഷിച്ചു വരികയാണ്. എന്തൊക്കെയാലും നമുക്കിന്ന് സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ വിശേഷങ്ങളൊന്ന് അറിഞ്ഞു വരാം. സെബാസ്റ്റ്യൻ ചേട്ടാ, ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്ര 10-40ഓളം പശുക്കളുണ്ട്, എങ്ങനെയാണ് ഇത്രയധികം പശുക്കളെ വളർത്തുന്ന രീതിയിലേക്ക് എത്തിച്ചത്? അതെന്ന് വെച്ചാൽ ഞാനൊരു 10-22 വർഷം മുമ്പ് കൊല്ലാൻ കൊടുക്കുന്ന ഒരു പശുവിനെ രക്ഷപ്പെടുത്തിയ കൊന്നു പോകുന്നതെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പ്രസവിച്ചിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടീനെ കണ്ടപ്പോൾ വിൽക്കാൻ തോന്നി. അങ്ങനെ കുട്ടി അവിടെ നിന്ന് വലുതായി പശുവായി. അപ്പോൾ നമുക്ക് വളർത്താൻ ഒന്നിച്ച് രണ്ടിനെ നോക്കാൻ പറ്റായിട്ട് ഓരോ വീടുകളിൽ കൂടെ മാറി വളർത്താൻ കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് കൊടുത്ത് രണ്ടായിട്ട് തിരിച്ചു വരും. പിന്നെ അങ്ങനെ കൂടി വന്നു. അത് കൂടാണ്ട് കൊല്ലാൻ കൊടുക്കുന്ന കാളക്കുട്ടന്മാരെയൊക്കെ പിന്നെ രക്ഷപ്പെടുത്തി. പിന്നെ നമ്മൾ വീടുകളിൽ വളർത്താൻ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കുട്ടീനെ തിരിച്ചു വാങ്ങി. അങ്ങനെ എല്ലാം കൂടെ ഇപ്പോൾ ഒരു 40 താഴെ പശുക്കളായി. 40ഓളം പശുക്കളുണ്ട്. ഓക്കെ. പശു കാളയും കൂടെ എല്ലാം കൂടെ 40ഓളം. എന്നിട്ടിപ്പം എത്ര വർഷമായി? ഇപ്പോൾ 22 വർഷത്തോളമായി. 22 വർഷത്തോളമായി. ഓക്കെ. ഇപ്പം ഈ നമ്മുടെ തോട്ടത്തിൽ എത്ര ഉണ്ട്? ഇപ്പം നമ്മുടെ തോട്ടത്തിൽ 3 എണ്ണം ഉള്ളൂ. കാരണം നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. നിങ്ങളെ എല്ലാം കൂടെ ഒന്നിച്ച് നിർത്താനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ സ്ഥലം റെഡിയാക്കിയിട്ട് എല്ലാവരും ഒന്നിച്ചെത്തിക്കുന്നിടം വരെ ഇങ്ങനെ പല വീട്ടിൽ കൂടെ നിർത്തിയേക്കാണ്. അപ്പം ഈ കറവില്ലാത്ത പശുവും പിന്നെ കാളക്കുട്ടന്മാരൊക്കെ ഓരോ വീട്ടിൽ കൂടെ അതിനുള്ള ചിലവിനുള്ള പൈസ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കടം വാങ്ങിയിട്ടാണെങ്കിലും കൊടുത്തിട്ട് നിർത്തിയേക്കാണ്. ഇപ്പോൾ ഇവിടെ ചേട്ടൻ്റെ വീട്ടിലുള്ളത് 3 പേര് ഇവിടെ. 3 പശുക്കളാണ്. 3 കാളക്കുട്ടന്മാർ. ആ, ഈ കാളക്കുട്ടന്മാരെ ഇങ്ങനെ വളർത്തുന്നതിന് പിറകിലുള്ള അത് വിറ്റ് കഴിഞ്ഞാൽ കൊല്ലുന്നതിൻ്റെ പേരിൽ നമ്മളതിനെ സ്വാഭാവികമായിട്ടും വരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളിപ്പം കൊല്ലുന്ന ഏത് ജീവിയും കൊല്ലുന്നതിനെതിരാണ്. ഭൂമി മനുഷ്യന് മാത്രം ജീവിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ ജനിക്കുന്ന ഏത് ജീവിക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും പശു കാളയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കൊല്ലപ്പെടും. ഇപ്പോൾ പട്ടിയായാലും പൂച്ചയായാലും പശുവായാലും എല്ലാത്തിനും നമ്മുടെ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുക, ഇതിനെല്ലാം കൊണ്ടുപോയി കൊന്ന് തിന്നുന്നു, ബാക്കിയുള്ളതിനെ കൊന്നു കളയുന്നു. അപ്പോൾ അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് കൈമറിഞ്ഞുപോയി എന്തായാലും ഇറച്ചിക്കടയിലെത്തും. അതെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംരക്ഷിക്കുന്നത്. ഇപ്പൊ ചേട്ടൻ്റെ വീട്ടിൽ 3 എണ്ണേ ഉള്ളൂ. മറ്റുള്ള കാളക്കുട്ടന്മാരെയൊക്കെ മറ്റൊക്കെ കാളക്കുട്ടന്മാരും പശുക്കളൊക്കെ മറ്റേ പല വീട്ടിൽ കൂടെയാണ്. കാളക്കുട്ടന്മാരൊക്കെ മറ്റു വീടുകളിൽ നിർത്തിയിരിക്കുന്നു, പശുവിനെ മറ്റു വീടുകളിൽ. പക്ഷെ ഇപ്പം അല്ല, അപ്പൊ ഈ കാളക്കുട്ടന്മാരെ നിർത്താൻ വീട്ടുകാർ സമ്മതിക്കും? അവർ നോക്കുന്നതിനുള്ള പൈസ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. അതായത് ചേട്ടൻ കാശ് കൊടുത്തിട്ട് ആ വീടുകളിൽ നോക്കും. അവർക്ക് ഒരു വരുമാനം കിട്ടില്ല. പക്ഷേ കറവയുള്ള പശുക്കളോ അല്ലെങ്കിൽ പ്രസവിക്കാറാകുന്ന പശുക്കളാണെങ്കിൽ പൈസ കൊടുക്കാൻ നിർത്തും. അപ്പോൾ അവർ ആദ്യത്തെ പ്രസവത്തിൻ്റെ കറവയും കുട്ടിയെടുത്ത് രണ്ടാമത് തിരിച്ചു തരുന്ന സമയത്ത് നമ്മൾ അവർക്ക് കിട്ടുന്ന കുട്ടീനെ വിൽക്കരുതെന്ന് പറയും. അവർ വിൽക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ആരുടെയും സഹായത്തോടെ എങ്ങനെ തിരിച്ചു വാങ്ങി വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് നിർത്തും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുറമേ നിന്നുള്ള ഒരു 3 എണ്ണത്തിനെ വേറെ രക്ഷപ്പെടുത്തി. ഇത് പെടാത്ത ഇതെല്ലാം ഏകദേശം തന്നെ ഭൂരിഭാഗം ഒരു പശുവിൻ്റെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളൊക്കെയാണ്. പരിസരത്ത് എത്ര വീടുകളാണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പം എല്ലാം കൂടെ ഒരു 10-25 വീട്ടിലെങ്കിലും ആയിട്ട് ഉണ്ടാവുക. എല്ലാം ഈ പേരാമ്പ്ര പ്രദേശത്തിൻ്റെ? പേരാമ്പ്ര ഒരു 20-25 കിലോമീറ്ററിനുള്ളിൽ എല്ലാം ഉണ്ട്. അപ്പുറത്തെ കാളക്കുട്ടനാണ്, അത് പശുവാണ്. അത് അതിൻ്റെ കുട്ടിയല്ല, ഇതൊരു വെച്ചൊരു കുട്ടിയെ നമ്മൾ അവർ വിൽക്കാൻ നോക്കിയപ്പോൾ അവരൊന്ന് രക്ഷപ്പെടുത്തി. മുമ്പ് ഉണ്ട്. ഈ പശുവിൻ്റെ കൂട്ടത്തിൽ നിർത്തിയിരുന്ന ആ വീട്ടുകാർ പശുവിനെ കൊണ്ടുവരുമ്പോൾ ഇതിനെ വിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനെ കൊന്നു പോകുന്നതിന് അതിനെ രക്ഷപ്പെടുത്തി. അല്ല, ഇത് നമ്മുടെ വീടല്ല. ഇത് ഞാനിവിടെ ഒരു വീട്ടിൽ വളർത്താൻ വേണ്ടി നിർത്തി. ഇവിടെ ഇപ്പം ഇതിനെ കൊണ്ടുവന്നിട്ട് 2-3 വർഷത്തിൻ്റെ അടുത്തായി. ഇതിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. മറ്റൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുക. അവിടെ നോക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഇങ്ങോട്ട് മാറ്റി. അതിന് മുമ്പ് ഇവിടെ 2 കാളക്കുട്ടന്മാരുണ്ടായിരുന്നു. അന്നേരം ഇവിടെ പറ്റാതായപ്പോൾ വേറെ വീട്ടിൽ മാറ്റി. അതിപ്പം വേറെ വീട്ടിലുള്ള
ഡിസംബറിൽ വന്നല്ലേ ആ പശുവിനെ കൊണ്ടുവന്ന് ആദ്യം തന്നെ പിന്നെ ആദ്യം ഉണ്ടായിരുന്നതിനെ കൊണ്ടുപോയി പെറ്റ് കഴിഞ്ഞപ്പോ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ കൊണ്ടുവന്നതാണ്. ആദ്യത്തെ എത്ര കാലം മുമ്പേ തുടങ്ങി തുള്ളിക്കാരൻ്റെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത് മൂന്നാമത്തെ കൊല്ലമാണ്. 2 കൊല്ലം. അതിന് 2 കുട്ടന്മാരെ കൊണ്ടുവന്ന് അവര് ഒരു 13 മാസത്തോടെ നിന്നിട്ട് അവരെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പശുവിനെയും കിടാവിനെയും കൂടെ കൊണ്ടുവന്ന അത് ആ പശു വെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ കിടാവിനെയും പശുവിനെയും കൂടെ കൊണ്ടു. ഇത്തരത്തിൽ ഏതാണ്ട് 40ഓളം പശുക്കളാണ് വിവിധ വീടുകളിലായിട്ട് സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ സംരക്ഷണത്തിൽ എന്നുള്ളത്. ഉദ്ദേശം 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടുകാർ കശാപ്പ് ശാലയിലേക്ക് കൊല്ലാൻ വേണ്ടി കൊടുക്കാനൊരുങ്ങിയ പശുവിനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തു കൊടുത്ത് വാങ്ങി വളർത്തി സംരക്ഷിച്ചു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഉദ്ദേശം 40ഓളം പശുക്കളും കാളക്കുട്ടന്മാരും ഒക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ. തനിക്ക് സ്ഥലമില്ലാത്തത് കാരണം പ്രദേശത്തെ മറ്റ് പല വീടുകളിലുമായിട്ട് ഇതിനെ സംരക്ഷിക്കാനായിട്ട് കൊടുത്തേൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. അതിൽ കാളക്കുട്ടന്മാരെ കൊടുത്തിരിക്കുന്ന വീടുകളിലേക്ക് അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും കാളക്കുട്ടന്മാരിൽ നിന്ന് കിട്ടില്ല എന്നോർത്തുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് മാസാമാസം ഒരു നിശ്ചിത തുക ഈ കാലികൾക്ക് വേണ്ടി നീക്കിവെക്കുകയാണ് അദ്ദേഹം. സഹജീവി സ്നേഹത്തിൻ്റെ വല്ലാത്തൊരു മാതൃകയാണത്. കോഴിക്കോട് ചക്കിട്ടപ്പാറിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.